ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ? LDFിൻ്റെ വോട്ട് UDFിലേക്ക് പോകും, UDFിൻ്റെ വോട്ട് LDF. അങ്ങനെയുള്ള ഭരണം മാറുന്ന 5 വർഷം കൂടും. കുറേയൊക്കെ കെ കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹത്തിനൊക്കെ ഇതറിയായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് UDFിനോടുള്ള ഭരണവിരുദ്ധ വികാരം വന്നാൽ അത് LDFിൽ പോയാലും കുഴപ്പമില്ല, 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാമെന്ന് വിചാരിക്കും. LDF സർക്കാരിൻ്റെ ദോഷത്തിന് അദ്ദേഹം മുതലെടുക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പകുതി പോലും ആരോപണങ്ങൾ അന്ന് നയനാർ സർക്കാരിനെതിരായിട്ടോ മറ്റോ മുമ്പുണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു. പക്ഷേ ഇന്നത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ 2 കൂട്ടർ ഇക്കാര്യത്തിലൊരു എന്താ പറയേണ്ടത്, ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ അത് കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ സിറ്റുവേഷൻ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് പക്ഷേ ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതിനുള്ള അവരാൽ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ലീഗ് മാത്രമല്ല മറ്റൊരുപാട് സംഘടനകളുണ്ട്. അവരിൽ ചിലർക്കൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ കൂടുതൽ അവരും പ്രകോപനം ഉണ്ടാക്കും, ഇവിടെയും പ്രകോപനം ഉണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് സണ്ണി ജോസഫിന്റെ ക്രിസ്ത്യൻ ഇമേജ് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയാം, ഇപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പരസ്യമായിട്ട് നമ്മളെ പിന്തുണച്ചാൽ മറ്റ് കമ്മ്യൂണിറ്റികൾ എതിരാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കുക എന്ന ഫീലിംഗ് മറ്റുള്ളവർക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തീരും. ആ നെഗറ്റീവ് ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്ന് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചേ പറയാൻ പറ്റൂ. ഇപ്പോൾ LDFിന് പകരം ചിലപ്പോൾ അതിൻ്റെ മെച്ചം കിട്ടിയ BJPക്കായിരിക്കും. തൃശ്ശൂർ ഉണ്ടായ പോലെ എല്ലായിടത്തും LDF വിരുദ്ധ തരംഗം മാഞ്ഞടിച്ചു. പക്ഷേ തൃശ്ശൂർ എത്തിയപ്പോൾ കുറേ വീതം BJPയിലേക്ക് പോയി. ഈ കമ്മ്യൂണലായിട്ടുള്ള കുറച്ച് വോട്ടും പോയി. അപ്പോൾ അവർ ജയിച്ചു. ആ ഒരു അപകടം ഇപ്പോഴും. അതെ, ഇപ്പോൾ LDFിൻ്റെ കാര്യം പറഞ്ഞാൽ LDF ഇപ്പോൾ 20-ൽ 19 തോറ്റു. പക്ഷേ UDF 18 ജയിച്ചിട്ടുള്ളൂ. കാരണം അതിൻ്റെ കൂടെ ഒരു BJPക്കാരൻ വന്നു. ആ BJPക്കാരൻ ജയിച്ചാലും ആൻറ്റി ഇൻകമൻസി വേവുണ്ട്. ഭരണവിരുദ്ധ വികാരം BJP ശക്തമായ സ്ഥലത്ത് അങ്ങോട്ട് പോയി. ഒരു പരിധിവരെ തിരുവനന്തപുരത്തും പോയിട്ടുണ്ട്. സത്യത്തിൽ കോസ്റ്റൽ ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ അത്ഭുതപ്പെട്ട് പോയത് റിസൾട്ട് തിരുവനന്തപുരത്തായിരുന്നു. കാരണം ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ അദ്ദേഹം 2019 പരാജയപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിൽ തന്നെ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഇലക്ഷൻ്റെ തലേന്ന് നോമിനേഷൻ കൊടുക്കാൻ വന്നത് ഒരൊറ്റ കയറ്റം കയറിയല്ലോ.